ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്यै നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം ശ്രീ ചണ്ഡികായൈ നമഃ. ഓം ശ്രീ മഹാദേവ്യൈ നമഃ. എല്ലാ ഭക്തജനങ്ങൾക്കും നവരാത്രിയുടെ 6ാമത്തെ ദിവസമായ ഇന്ന് അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് 6ാമത്തെ ദിവസം ചണ്ഡികാഭാവത്തിലാണ് അമ്മയെ ഉപാസിക്കേണ്ടത്. ഇന്നേ ദിവസം 6 പെൺകുഞ്ഞുങ്ങളെ ചണ്ഡികാഭാവത്തിൽ പൂജ ചെയ്യണം. അമ്മയുടെ പ്രീതിക്കായിക്കൊണ്ട് ഇതിനായി തിരഞ്ഞെടുക്കുന്ന പെൺകുഞ്ഞുങ്ങൾ 7 വയസ്സുള്ള കുഞ്ഞുങ്ങളാവണമെന്നാണ് വിധിക്കുന്നത്. ഇങ്ങനെ 7 വയസ്സുള്ള 6 പെൺകുഞ്ഞുങ്ങളെ അമ്മയായി തന്നെ കണ്ടുകൊണ്ട്, ചണ്ഡികാഭാവത്തിൽ കണ്ടുകൊണ്ട് ചണ്ഡികാ പൂജ ചെയ്യുകയാണ് വേണ്ടത്. അങ്ങനെ ചണ്ഡികാഭാവത്തിൽ പൂജ ചെയ്യുമ്പോൾ ഉരുവിടേണ്ട ശ്ലോകം നോക്കാം. ചണ്ഡവീരാം ചണ്ഡമായാം ചണ്ഡമുണ്ഡപ്രഭഞ്ജിനീം പൂജയാമി സദാ ദേവീം ചണ്ഡികാം ചണ്ഡവിക്രമാം. ഒന്നുകൂടി പറയാം. ചണ്ഡവീരാം ചണ്ഡമായാം ചണ്ഡമുണ്ഡപ്രഭഞ്ജനീം പൂജയാമി സദാ ദേവീം ചണ്ഡികാം ചണ്ഡവിക്രമാം. ഇങ്ങനെ ഈ ഒരു ശ്ലോകം ഉരുവിട്ടുകൊണ്ട് അമ്മയെ ചണ്ഡികാഭാവത്തിൽ പൂജ ചെയ്യുമ്പോൾ അതുകൊണ്ടുള്ള ഫലം കൂടി നമുക്ക് നോക്കാം. ഐശ്വര്യം, ധനം എന്നിങ്ങനെ ആഗ്രഹിക്കുന്ന ഭക്തജനങ്ങൾ ചണ്ഡികാഭാവത്തിൽ അമ്മയെ പൂജ ചെയ്താൽ, ഭക്തിയോടുകൂടി അമ്മയെ പൂജ ചെയ്താൽ ഇതൊക്കെ സാധിക്കുമെന്നാണ് ഈ ചണ്ഡികാഭാവത്തിലുള്ള അമ്മയുടെ പൂജ കൊണ്ട് വിധി കൽപ്പിച്ചിരിക്കുന്നത്, ഫലസിദ്ധി പറഞ്ഞിരിക്കുന്നത്. ഇന്നേക്ക് 6ാമത്തെ ദിവസം ചണ്ഡികാഭാവത്തിൽ അമ്മയെ പൂജ ചെയ്യുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും അമ്മ അനുഗ്രഹം ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവത്ര ദേവീ നാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ഓം ശ്രീ മാത്രേ നമഃ.